ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോട്ടയം എസ്പി അഭിപ്രായം ആരാഞ്ഞു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നതിൽ എതിർപ്പില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം ഡിവൈഎസ്പിയുടെ നിലപാട്. 2 ദിവസത്തിനകം ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകുമെന്നാണ് സൂചന. ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്ന കാര്യത്തിൽ തീരുമാനമായോ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവ്യ, അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എന്നത് സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ വ്യക്തതകളും വരികയാണ്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയാണ് വൈക്കം ഡിവൈഎസ്പിയോട് ഇത് സംബന്ധിച്ചൊരു ശുപാർശ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈക്കം ഡിവൈഎസ്പി ഇന്നോ നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച ശുപാർശ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ അതുകൊണ്ട് ഒരാഴ്ച മുന്നേ തന്നെ DGPയും SP-യുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിടുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. കേസന്വേഷണം കൃത്യമാണെന്ന, അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ പോക്ക് കൃത്യമാണെന്ന നിലപാടായിരുന്നു കന്യാസ്ത്രീയുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെയോ അന്വേഷണ സംഘത്തെയോ മാറ്റേണ്ട എന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അട്ടിമറിക്കുന്നതെന്നും അവർ ആവർത്തിച്ചിരുന്നു. പക്ഷേ അതിനിടെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് കൂടുതൽ ശക്തമായ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം വിടാനൊരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡിവൈഎസ്പിയുടെ ശുപാർശ ലഭിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് SP സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകും. അവിടെ നിന്നായിരിക്കും അന്തിമമായൊരു തീരുമാനമുണ്ടാകുക. ഈ കേസിലെ മേൽനോട്ട ചുമതല വഹിക്കുന്ന IG വിജയ് സാഖറെ ഡൽഹിയിലാണുള്ളതെന്നാണ് അറിയുന്നത്. നാളെ മാത്രമാണ് അദ്ദേഹം കൊച്ചിയിലെത്തുക. അതിനുശേഷം ഒരുപക്ഷെ ഈ കേസിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടായേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനിടെ തന്നെ ഇന്ന് കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് കന്യാസ്ത്രീയുടെ കുടുംബം, ഈ അന്വേഷണം വിടുന്നത് സംബന്ധിച്ച് കന്യാസ്ത്രീയുടെ കുടുംബത്തിൻ്റെ നിലപാട് സ്വാഭാവികമായും നിർണായകമാണ്. എന്തായാലും കേസിൽ കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക് പോകണം എന്നൊരു പൊതുവികാരം ഉയർന്നിരുന്നു. ഇന്നലെ അടക്കം ശക്തമായ സമരങ്ങളിലേക്ക് അവർ പോയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സർക്കാരെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പ്രശ്നമായി മാറുന്ന സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ നടക്കുന്ന ഉപവാസ സമരം ഇന്നും തുടരും. ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടക്കുന്നത്. ശരൺ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശരൺ, ഉപവാസ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിക്കുന്നത്? ഇന്നലെ കണ്ട കന്യാസ്ത്രീകളും ഇന്ന് ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ദിവ്യ, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ ഉപവാസ സമരം ആരംഭിച്ചിരുന്നത്. അതൊന്നും തുടരുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 9 മണിയോടുകൂടിയാകും ഉപവാസ സമരം ആരംഭിക്കുക. ഇന്നലെ നമുക്കറിയാം കുറവിലങ്ങാട് മഠത്തിലെ തന്നെ 5 കന്യാസ്ത്രീകളും ഈ ഉപവാസ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. ഉച്ചയോടുകൂടിയാണ് അവർ തിരികെ കുറവിലങ്ങാട് മഠത്തിലോട്ട് മടങ്ങിയത്. ഇതിനുശേഷം ഉപവാസ സമരം തുടർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നും ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശക്തമായ ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. 2 മാസത്തിലേറെയായി ഇത്തരത്തിലൊരു പരാതി ഉയർന്ന് 2 മാസത്തിൽ കൂടുതലായിട്ട് പോലും ഇത്തരത്തിലൊരു അറസ്റ്റ് ചെയ്യാനുള്ളൊരു നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഹൈക്കോടതി ജംഗ്ഷന് മുന്നിൽ ഉപവാസ സമരം ആരംഭിച്ചിരുന്നത്. ഇത് തുടർന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കന്യാസ്ത്രീയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം PC ജോർജിനെതിരെ ഹൈക്കോടതി സമീപിക്കുമെന്നുള്ള കാര്യമാണ്. കാരണം PC ജോർജ് നേരത്തെ തന്നെ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. അതിനെതിരെ ഹൈക്കോടതി സമീപിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ജലന്ധർ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നാളെ ഹർജി ഫയൽ ചെയ്യണമെന്നുള്ള കാര്യവും കുടുംബാംഗങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതോടൊപ്പം തന്നെയാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ശരൺ, ഇന്ന് പരാതിക്കാരിയെ കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ PC ജോർജിന്റെ പരാമർശത്തെ തുടർന്ന് കാണില്ല എന്നാണ് പിന്നീട് അറിയിച്ചത്. ഇന്നിനി മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ടോ?
ഇന്ന് മാധ്യമങ്ങളെ കാണുമോ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇന്നലെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടക്കുമ്പോൾ തന്നെ കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളും ഒപ്പം തന്നെ കന്യാസ്ത്രീയുടെ ബന്ധുക്കളും ഇവിടേക്ക് എത്തി ഉപവാസ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. ആ സമയത്താണ് ഇക്കാര്യം നമ്മോടൊപ്പം വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇതിനുശേഷമാണ് PC ജോർജിന്റെ അധിക്ഷേപ പരാമർശം വരുന്നത്. ഇതിനെ തുടർന്ന് കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം അത് മാറ്റുകയായിരുന്നു, അതായത് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ PC ജോർജ് ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നും PC ജോർജിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യമാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു തീരുമാനം പിന്നീട് എടുത്തതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലുള്ളൊരു അത് ഉറപ്പിച്ച് പറയാറും ആയിട്ടില്ല. അതായത് ഇന്ന് മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു കാര്യത്തിൽ വ്യക്തത ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദിവ്യ, ശരൺ, ഇതേ സമയത്ത് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു തീരുമാനത്തെ ഏത് രീതിയിലാണ് സമരക്കാരടക്കം സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ പരാതി ഉയർന്നത് മുതൽ തന്നെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ പ്രധാനമായും ജലന്ധർ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഉപവാസ സമരം ഒരു വശത്ത് നടക്കുമ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഒരു ഘട്ടത്തിൽ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും എടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾക്ക് ശേഷമായിരിക്കും ബാക്കി ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിൽ നടക്കുന്ന ഉപവാസ സമരം ഇന്നും തുടരും. വിവരങ്ങളാണ് ശരൺ നൽകിയത്. ഷൊർണൂർ MLA PK ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് നടപടി വൈകും. KSU യുവമോർച്ച നേതാക്കൾ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയതോടെയാണ് സംഭവത്തിൽ നടപടി വൈകുന്നത്. പ്രശ്നത്തിൽ പീഡനത്തിനിരയായ യുവതി പോലീസിൽ പരാതി നൽകാത്തതും അന്വേഷണത്തിന് തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം പ്രശ്നത്തിൽ PK ശശിക്കെതിരെ പാർട്ടിതല അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് CPM തീരുമാനം. നടപടി ഉറപ്പായതോടെ ഒറ്റപ്പെട്ട PK ശശിയെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. സംസ്ഥാന മെഡിക്കൽ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഒഴിവുണ്ടായിരുന്ന 66 MBBS സീറ്റുകളിൽ ഇന്നലെ അഡ്മിഷൻ പൂർത്തിയായിരുന്നു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ BDS സീറ്റുകളിലേക്കാണ് ഇന്ന് അഡ്മിഷൻ നടക്കുക. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, എപ്പോഴാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്? വിദ്യാർത്ഥികളെല്ലാം അവിടെ എത്തിച്ചേർന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവ്യ, 10 മണിയോടുകൂടിയാണ് അഡ്മിഷൻ ആരംഭിക്കുക. വിദ്യാർത്ഥികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇനിയിപ്പോൾ BDS അഡ്മിഷൻ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒഴിവുണ്ടായിരുന്ന MBBS സീറ്റുകൾ ഇന്നലെ തന്നെ അഡ്മിഷൻ പൂർത്തിയാക്കിയിരുന്നു. കൂടാതെ സർക്കാർ BDS കോളേജുകളിലെ 10 സീറ്റുകളിലെയും അഡ്മിഷൻ പൂർത്തിയാക്കിയിരുന്നു. ഇനി ബാക്കിയുള്ളത് 596 BDS സീറ്റുകൾ, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ BDS സീറ്റുകൾ മാത്രമാണ്. അതിൽ ഇന്ന് അലോട്ട്മെന്റ് നടക്കും. ഇന്ന് അലോട്ട്മെന്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷൻ മരവിപ്പിച്ച സുപ്രീംകോടതി വിധി ബുധനാഴ്ച വീണ്ടും അന്തിമ വാദം കേട്ട ശേഷം വിധി പറയും. ആ ഒരു പ്രതീക്ഷയിലായിരിക്കാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം. ഒരുപക്ഷെ അനുകൂല വിധി ഉണ്ടായാൽ വീണ്ടും മെഡിക്കൽ കൗൺസിൽ മോപ്പപ്പ് അഡ്മിഷൻ ഈ 550 മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി മാത്രം നടത്തേണ്ടതുണ്ട്. അത് വീണ്ടും നടത്തുമെന്ന് തന്നെയാണ് എൻട്രൻസ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളതും. നിലവിൽ ഇന്നത്തോടു കൂടി അഡ്മിഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. 10-ാം തീയതി, അതായത് 10-ാം തീയതിക്കകം രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അഡ്മിഷൻ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. അതിന്റെ അടിസ്ഥാനത്തിൽ 10-ാം തീയതി വരെ അഡ്മിഷൻ നടത്താവുന്നതാണ്. പക്ഷേ നാളെ ഭാരത് ബന്ദ് ആയതിനാലാണ് ഇന്നലെയും ഇന്നുമായി അഡ്മിഷൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതായത് ഹയർ ഓപ്ഷൻ കൊടുത്ത കുട്ടികൾക്ക്, ഈ ഒഴിവുണ്ടായിരുന്ന 4 മെഡിക്കൽ കോളേജുകൾ ഹയർ ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് MBBS പ്രവേശനം ലഭ്യമാക്കുന്നില്ല, ഇപ്പോൾ ഒഴിവുള്ള മെഡിക്കൽ കോളേജുകളിൽ MBBS പ്രവേശനത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. പക്ഷേ അത്തരം പരാതികൾ ഇന്നും ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BDS അഡ്മിഷൻ മാത്രമാണ് ഇന്ന് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ MBBS വിഷയത്തിൽ മറ്റ് തർക്കങ്ങൾക്ക് സാധ്യത ഇല്ല. ദിവ്യ, ശരി ഉമേഷ്. സംസ്ഥാന മെഡിക്കൽ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് അവസാനിക്കുകയാണ്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഡെന്റൽ സീറ്റുകളിലേക്കാണ് ഇന്ന് അഡ്മിഷൻ നടക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.
കേരളം കടുത്ത വരൾച്ചയിലേക്കെന്ന് മുന്നറിയിപ്പ്. പ്രളയത്തിന് ശേഷം പുഴകൾ വരളാൻ കാരണം മൺതിട്ടകൾ ഒഴുകിപ്പോയതും ഭൂഗർഭജലം സംഭരിക്കാനാകാത്തതുമെന്ന് ജലവിഭവ വിനിയോഗ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മഴ ഗണ്യമായി കുറഞ്ഞതും വരൾച്ചയ്ക്ക് കാരണമായി. തുലാമാസത്തിൽ പെയ്യുന്ന മഴ കൂടി സംഭരിക്കാനായില്ലെങ്കിൽ കേരളം കടുത്ത വരൾച്ച നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ പറയുന്നു. ഈ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി ദേശീയപാതയെ വരെ മുക്കിക്കളഞ്ഞ പൂനൂർ പുഴയുടെ ഇന്നത്തെ സ്ഥിതിയാണിത്. പൂനൂർ പുഴയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു. പ്രളയത്തിൽ നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ, പെരിയാർ, കബനി എന്നിവയിലെല്ലാം വൻതോതിലാണ് ജലനിരപ്പ് താഴ്ന്നത്. ആഗസ്റ്റ് 20 വരെ പെയ്ത ശക്തമായ മഴ പെട്ടെന്ന് കുറഞ്ഞതും പുഴകളിലെ മൺതിട്ടകൾ ഒഴുകിപ്പോയതും ഇതിന് കാരണമായെന്ന് CWRDM അനുമാനിക്കുന്നു. ഭൂഗർഭജലത്തിന്റെ തോതിലും വ്യത്യാസം വന്നു. മഴവെള്ളം സംഭരിച്ചിരുന്ന വനമേഖലയും നെൽവയലുകളും വൻതോതിൽ കുറഞ്ഞതും ഇതിന് കാരണമായി. വനമേഖല ഉണ്ടാകുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഘട്ട് ഏരിയയിൽ വെള്ളം ഈ വനമേഖല സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഭൂഗർഭജലമായിട്ട് അത് പരിണമിക്കുന്നു. അത് ഉയർന്ന പ്രദേശത്ത് നിന്ന് അതാണ് പിന്നീട് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഒഴുകി വരാൻ നദികളിൽ സഹായമായിരുന്നത്. അപ്പോൾ അതിൽ ഗണ്യമായ തോതിൽ കുറവ് വന്നു. പിന്നെ നമ്മുടെ തണ്ണീർത്തടങ്ങൾ, നെൽവയലുകളിൽ അതിൽ കുറവ് വന്നു. നമുക്ക് 8 ലക്ഷം ഹെക്ടർ നെൽവയലുകൾ 2000 മുമ്പ് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് 1.78 ലാക്സ് ഹെക്ടർ മാത്രമാണ്. തുലാമാസത്തിലെ മഴ വേണ്ടവിധം സംഭരിക്കാനായില്ലെങ്കിൽ വലിയ വരൾച്ചയെ നേരിടേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമ്മൾ തുലാവർഷത്തിലുണ്ടാവുന്ന കുറവും അതുപോലെ വേനൽ മഴയിലുണ്ടാവുന്ന കുറവും വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തുലാവർഷം വേണ്ട രീതിയിൽ കൺസർവ് ചെയ്യപ്പെടാനുള്ള മാർഗങ്ങൾ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യണം. പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്കും ഇതേ ആശങ്കയുണ്ട്. ഒരു മാസം മുമ്പാണ് ഇപ്പോൾ റോഡിലൊക്കെ തന്നെ വെള്ളം കയറിയത്. ആ വെള്ളം കയറിയ അതിനേക്കാൾ സ്പീഡിലാണ് വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആശങ്ക ഇതിലുണ്ട്. ഇനി കടുത്ത വരൾച്ച വരാൻ സാധ്യത എന്ന് ഈ ഒരു സാഹചര്യം കണ്ടിട്ട് തോന്നുന്നു. പരിസ്ഥിതിക്ക് ആഘാതം തട്ടാതെ പുഴകളിൽ റെഗുലേറ്ററുകൾ പണിതാൽ ഒരു പരിധിവരെ ഭൂഗർഭജലം സംരക്ഷിക്കാനാവും. ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ സർക്കാർ CWRDMനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 44 പുഴകളിലും വിശദമായ പഠനം നടത്തും. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News 18 കോഴിക്കോട്. തൊഴിലാളി സംഘടനകളുടെ സമരത്തിനിടെ KSRTC സിംഗിൾ ഡ്യൂട്ടി ഇന്നു മുതൽ ആരംഭിക്കും. എല്ലാ ജീവനക്കാർക്കും 8 മണിക്കൂർ മാത്രമാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സിറ്റി സർവീസുകൾ ദിവസവും 2 ഡ്യൂട്ടിയായി നടത്തും. ദീർഘദൂര സർവീസുകളിൽ കണ്ടക്ടറെ ഒഴിവാക്കി പകരം 2 ഡ്രൈവർമാരെ നിയോഗിക്കാനാണ് ആലോചന. ഇത് ഘട്ടം ഘട്ടമായാകും നടപ്പാക്കുക. അതേസമയം തൊഴിലാളികളുടെ സംഘടനകൾ നടത്തുന്ന സത്യാഗ്രഹ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. ഡൽഹിയിൽ ചേരുന്ന BJP ദ്വിദിന നിർവാഹക സമിതി യോഗം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗത്തെ അഭിസംബോധന ചെയ്യും. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള മുന്നൊരുക്കങ്ങളാണ് 2 ദിവസത്തെ നിർവാഹക സമിതി യോഗത്തിന്റെ പ്രധാന അജണ്ട. ആദ്യ ദിനത്തിൽ വിശാല പ്രതിപക്ഷ ഐക്യം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസ്സാകാത്തതിന്റെ കാരണം കോൺഗ്രസിന്റെ കപടനയം മൂലമാണെന്ന് യോഗത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. BJP മേക്കിംഗ് ഇന്ത്യ നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് ബ്രേക്കിംഗ് ഇന്ത്യ നയമാണ് നടപ്പിലാക്കുന്നത്. ऑपोजिशन उनके फ्रस्ट्रेशन को पार्लियामेंट में भी दिखाने के लिए कोशिश की. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും അമിത്ഷായുടെ നേതൃത്വത്തിൽ നേരിടാൻ യോഗം തീരുമാനിച്ചു. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പരിപാടികൾക്ക് ഈ മാസം 15-ന് തുടക്കമിടാനും യോഗത്തിൽ തീരുമാനമായി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു യോഗത്തിന്റെ തുടക്കം. News 18 ഡൽഹി. നിരോധിത സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ 75 പേർക്ക് ഈജിപ്ത് കോടതി വധശിക്ഷ വിധിച്ചു. മുഹമ്മദ് ബാദിക്കും മറ്റ് 46 പേർക്കും ജീവപര്യന്തം തടവും കോടതി വിധിച്ചു. 2013-ൽ മുഹമ്മദ് മുർസിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ. പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് മഹമ്മൂദ് അബു സെയ്ദിനെ 5 വർഷം തടവിനും കോടതി വിധിച്ചു. പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾ എടുത്തതിനാണ് ശിക്ഷ. PV അൻവർ MLAയുടെ കക്കാടംപൊയിലിലെ വാട്ടർ തീം പാർക്കിന്റെ പ്രവർത്തനത്തിൽ നിരവധി നിയമലംഘനങ്ങൾ ഉള്ളതായി ജില്ലാ കളക്ടർ കണ്ടെത്തി. കെട്ടിട നിർമ്മാണം മുതൽ ജലസംഭരണി വരെ സ്ഥാപിച്ചത് അനധികൃതമെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. ദുരന്ത നിവാരണ നിയമം കർശനമായി പാലിച്ചാൽ പാർക്കിന് എന്നേക്കുമായി പൂട്ടുവീടും. News 18 ഇംപാക്ട്. ജൂൺ 14-ന് PV അൻവർ MLAയുടെ പാർക്കിനുള്ളിലുണ്ടായത് വ്യാപ്തിയേറിയ ഉരുൾപൊട്ടലാണെന്ന താമരശ്ശേരി തഹസിൽദാറുടെ കണ്ടെത്തൽ ജില്ലാ കളക്ടറും സംഘവും ശരിവച്ചു. ആഗസ്റ്റ് ആദ്യവാരത്തിലുണ്ടായ മണ്ണിടിച്ചിലും ഗുരുതരമാണ്. ജൂൺ 16-ന് News 18 പുറത്തുവിട്ട ഉരുൾപൊട്ടലിന്റെ ആകാശ ദൃശ്യങ്ങൾ പൂർണ്ണമായും ശരിയായിരുന്നെന്ന് പാർക്ക് സന്ദർശനത്തിലൂടെ കളക്ടർക്കും സംഘത്തിനും ബോധ്യമായി.
ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ശേഷമുണ്ടായ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കണ്ടെത്തി. നിലവിലെ പ്ലാൻ അനുസരിച്ചല്ല വാട്ടർ തീം പാർക്കിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഫയർ ആൻഡ് സേഫ്റ്റി നിയമനത്തിന്റെ ലംഘനം നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, പാർക്കിനകത്തെ മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ജില്ലാ കലക്ടറുടെ പ്രാഥമികമായ നിഗമനം. ദുരന്ത നിവാരണ നിയമപ്രകാരം കേവലം ഒരു നോട്ടീസ് മാത്രം നൽകി ദുരന്ത സാധ്യതയുള്ള നിർമ്മിതി പൊളിച്ചു നീക്കാനാവും. ജില്ലാ കലക്ടറുടെ അന്തിമ റിപ്പോർട്ടായിരിക്കും പാർക്കിന്റെ ഭാവി നിശ്ചയിക്കുക. വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർക്കിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ജില്ലാ ഭരണകൂടം നിർബന്ധിതമാവും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പ്രളയക്കെടുതി അതിജീവിക്കാൻ കേരളത്തിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരും അഭിഭാഷകരും. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്കായി ഡൽഹി ഹൈക്കോടതി അഭിഭാഷകർ ശേഖരിച്ച 44 ലക്ഷം രൂപ ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറി. അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച 1 കോടി രൂപയുടെ ദുരിതാശ്വാസ സാമഗ്രികളും കേരളത്തിലേക്ക് അയക്കും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സഹായങ്ങൾക്ക് പിന്നാലെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാരും അഭിഭാഷകരും കേരളത്തിന് പിന്തുണയുമായി എത്തിയത്. ഹൈക്കോടതിയിലെ മലയാളി അഭിഭാഷകരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 44 ലക്ഷം രൂപ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര മേനോൻ കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറി. അതിജീവനത്തിൽ കേരളത്തിന് രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണയുമുണ്ടെന്ന് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫും ചടങ്ങിൽ എത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവരെ അദ്ദേഹം അഭിനന്ദിച്ചു. Their quick response. It's not the material, it's not the money that is. That's certainly important. കേരളം അതിജീവിക്കുമെന്ന സന്ദേശവുമായി അതിജീവനത്തിന്റെ പാട്ടും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പാടി. അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച 1 കോടി രൂപയുടെ ദുരിതാശ്വാസ സാമഗ്രികളും കേരളത്തിലേക്ക് എത്തിക്കും. കേരള ഹൌസ് അധികൃതർ, മലയാളി സംഘടനകൾ എന്നിവർ ശേഖരിച്ച സാധനങ്ങൾക്കൊപ്പമാണ് ഇവയും പ്രത്യേക തീവണ്ടിയിൽ സംസ്ഥാനത്ത് എത്തിക്കുക. ന്യൂസ് 18 ഡൽഹി. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച പാലിയത്ത് കോവിലകത്തെ ചരിത്രരേഖകൾ സംരക്ഷിക്കാൻ നടപടി. താളിയോലകളും ചിത്രങ്ങളും സൂക്ഷിച്ചിരുന്ന മുറികളിൽ വെള്ളം കയറിയതോടെ നിരവധി ചരിത്രരേഖകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പ്രളയം നശിപ്പിച്ചത് ചരിത്രത്തിന്റെ ചില ശേഷിപ്പുകൾ കൂടിയായിരുന്നു. പാലിയത്തെ കൊട്ടാരവും ഇവിടത്തെ ചില ചരിത്രരേഖകളും പ്രളയത്തിന്റെ വികൃതിക്ക് മുന്നിൽ ഇരയായിരുന്നു. കൊച്ചി രാജവംശത്തോളം പഴക്കമുണ്ട് പാലിയത്ത് കോവിലകത്തിനും ഇവിടത്തെ ചരിത്രത്തിനും. കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി പദം നിർവഹിച്ച് ചരിത്രത്താളുകളിൽ ഇടം നേടിയവരാണ് പാലിയത്ത് കോമിയച്ചനും ഗോവിന്ദൻ വലിയച്ചനും. ഭൂതകാലത്തിന്റെ ഓർമ്മകൾ കോറിയിട്ട നാലുകെട്ടും 100 മുറി മാളികയും കുളവുമൊക്കെ അടങ്ങുന്നതാണ് പാലിയം കോവിലകം. എറണാകുളത്തെ പല പ്രദേശങ്ങളിലും പ്രളയം ദുരന്തം വിതച്ചപ്പോൾ പാലിയം കോവിലകത്തിന് നഷ്ടമായത് ചരിത്രത്തിന്റെ ചില ഏടുകളാണ്. കോവിലകത്തെ പല മുറികളും വെള്ളക്കെട്ടിൽപ്പെട്ടു. ചിത്രങ്ങളും താളിയോലകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സകല സാധനങ്ങളും എല്ലാ ഐറ്റംസും ഈ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത ഏരിയയിലുള്ള എല്ലാ ഐറ്റംസും കംപ്ലീറ്റ്ലി ഗോൺ. ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഗ്രന്ഥങ്ങളടക്കം. ഇനി അതിനെ കൺസർവ് ചെയ്യാനുള്ള പരിപാടി ഓരോന്നും കൺസർവ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, മെയിൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് മുഴുവൻ അണ്ടർ വാട്ടറാണ്. പ്രളയക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ച പാലിയത്ത് കൊട്ടാരത്തെ വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാലിയത്ത് കൊട്ടാരത്തിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വിനീത വിജി, ന്യൂസ് 18. കുട്ടനാട്ടിൽ ആംബുലൻസ് പൊട്ടിത്തെറിച്ച് നാശം സംഭവിച്ച ചമ്പക്കുളം ആശുപത്രി പുതുക്കി പണിയാൻ തീരുമാനമായി. പകർച്ചവ്യാധി ഭീഷണി കണക്കിലെടുത്ത് ആലപ്പുഴയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. ചമ്പക്കുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും അപകടത്തിൽ മരിച്ച മോഹനൻ നായരുടെ വീടും ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ സന്ദർശിച്ചു. ആശുപത്രി പുതുക്കിപ്പണിയാൻ എത്രയും വേഗം പ്രപ്പോസൽ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇവിടെ തുടർന്ന് വന്നിരുന്ന ഇത് IP ഉച്ചയ്ക്ക് ശേഷം OP നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ വൈകുന്നേരം വരെ OP ആദ്യം തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പരിമിതമായ രീതിയിൽ IP പിന്നെ ഒരു ഡോക്ടർ നൈറ്റിൽ നിൽക്കുക സ്ഥിരമായിട്ട് എന്നുള്ളിടത്തേക്ക് എത്താൻ കുറച്ചും കൂടി കഴിയേണ്ടി വരും. പക്ഷേ IP സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺ കോൾ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ വരാൻ കഴിയുന്ന രീതിയിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അത്യാസന്ന നിലയിലായിരുന്ന രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതിനു ശേഷം ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്നതിനിടെ ചമ്പക്കുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് തീപിടിക്കുകയായിരുന്നു. ശുചീകരണ പ്രവർത്തനത്തിന് ശേഷം എലിപ്പനി ബാധിച്ച് മരിച്ച ഷിബുവിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. തുടർന്ന് കളക്ടറേറ്റിൽ അവലോകന യോഗവും നടന്നു. ജില്ലയിൽ ഡെങ്കിപ്പനി സാധ്യത കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 ആലപ്പുഴ.